ഞാൻ ഇന്ന് കരുണയുടെ അവസാന മണിക്കൂർ എന്ന് പറയുന്ന ബുക്കിലെ 11ാമത്തെ മെസ്സേജാണ് വായിക്കുന്നത്. മഹാപീഡനത്തിൻ്റെ നാളുകൾ. ഇതാ ഞാൻ നിങ്ങൾക്ക് വീണ്ടും മുന്നറിയിപ്പ് തരുന്നു. ആ നാളുകളിൽ മനുഷ്യർ നോഹയുടെയും ലോത്തിൻ്റെയും കാലത്തെന്നതുപോലെ സാധാരണ മട്ടിൽ തങ്ങളുടെ ജീവിത വ്യാപാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് ജീവിക്കുകയായിരിക്കും. അപ്പോൾ അഗ്നിയുടെ സംഹാര താണ്ഡവത്തിൻ്റെയും വിധിയുടെയും ഭീതിതവും സുനിശ്ചിതവുമായ കാത്തിരിപ്പ് ശത്രുക്കളെ വിഴുങ്ങും. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് പോലെ അഗ്നി അവിടുത്തെ മുൻപേ നീങ്ങുന്നു. അത് അവിടുത്തെ വൈരികളെ ദഹിപ്പിക്കുന്നു. അവിടുത്തെ മിന്നൽ പിണരുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു. ഭൂമി അത് കണ്ടു വിറകൊള്ളുന്നു. കർത്താവിൻ്റെ മുൻപിൽ പർവ്വതങ്ങൾ മെഴുകുപോലെ ഉരുകുന്നു. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, ഇപ്പോൾ തന്നെ പരിഹാരം ചെയ്യുക. അക്രമങ്ങൾ ക്ഷമിക്കുക. അന്യായമായി സമ്പാദിച്ചവ തിരികെ കൊടുക്കുക. പുണ്യത്തിൽ ജീവിക്കുക. മതത്തെയും വിശ്വാസത്തെയും എൻ്റെ സഭയെ തന്നെ ഏറ്റുപറയുക. എല്ലായ്പ്പോഴും ഇങ്ങനെ ചിന്തിക്കുക: ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളും നിങ്ങൾക്കുള്ളതെല്ലാം തന്നെയും അഗ്നിയാൽ നശിപ്പിക്കപ്പെടും എന്നുറപ്പാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മർക്കട മുഷ്ടി ഉപേക്ഷിച്ച് ആ നിമിഷം തന്നെ അനുതപിക്കില്ലേ? അതുകൊണ്ട് ഒരുങ്ങുക. എതിർ ക്രിസ്തുവിൻ്റെ കാലം തൊട്ടരികിൽ എത്തിയിരിക്കുന്നു.